Hi dears, welcome back to my YouTube channel. നമ്മളിന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത് മറയൂരാണ് കേട്ടോ. അപ്പോൾ മറയൂരിലെ ഒരു റൂമാണിത്. അത്യാവശ്യം നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു കേട്ടോ. ഈ പുറത്ത് നല്ലൊരു വെള്ളം ഒഴുകുന്ന ഒരു സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് വന്നത്. ഇപ്പം ആ സൈഡിലൂടെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നൈറ്റ് ഉറങ്ങുമ്പോൾ തന്നെ നല്ല വെള്ളത്തിൻ്റെ ശബ്ദമായിരുന്നു. പിന്നെ നമ്മൾ വിൻഡോ ഓപ്പൺ ആക്കി ഇട്ടിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. ആ സമയത്ത് അത്യാവശ്യം പ്രാണികളൊക്കെ ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിൻഡോയും ഡോറും എല്ലാം പിന്നെ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി റൂമായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തു. ഒരു ഗൾഫ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് മോർണിംഗ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പോവാണ്. ഇവൾക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര സ്റ്റൊമക്ക് ഏക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടാബ്ലറ്റൊക്കെ കൊടുത്തിട്ടാണ് അവൾ കയറിയത്. പക്ഷേ അവൾക്ക് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. ഇതെന്ന് പറയുന്നത് കരിമ്പിൻ പാടമാണ് കേട്ടോ ഇവിടെ ഫുള്ള്. ഇപ്പോൾ ഈ കാണിച്ചതൊക്കെ ചെറിയ ചെറിയ കരിമ്പിൻ തോട്ടങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ മറയൂരാണല്ലോ മെയിനായിട്ടും കരിമ്പിൻ കൃഷി കൂടുതലുള്ളതും അതുപോലെ തന്നെ ശർക്കരയൊക്കെ കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നതും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഇതുവഴി പോണത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. പോകുന്ന വഴി തന്നെ അതുപോലെ അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ. കുറേ വീടുകളും നല്ല പച്ചപ്പും എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. മലയും എല്ലാം ആയിട്ട് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള മലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വ്യൂ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങനെ വലിയൊരു ഇത് തോന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോവാണ്.
നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ തന്നെ ഈ കരിമ്പിൻ്റെ ഇതെടുത്ത് ശർക്കരയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് അവർ തീ കത്തിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ പോവാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ടൂറിസ്റ്റേഴ്സ് ഇതുപോലെ വന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കാല് നനയ്ക്കാനൊക്കെ ആയിട്ട് കാറൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് കേട്ടോ ഈ ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ തോട്ടം ഉള്ളത്. അപ്പോൾ അതിനരുവിൽ തന്നെ ചെറിയൊരു കടയുണ്ടായിരുന്നു കേട്ടോ. അവരും ഇതുപോലെ ഇങ്ങനെ പാഷൻ ഫ്രൂട്ടും അവർ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഗാർലിക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ വീട്ടിന് താഴേക്കായിട്ടാണ് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തോട്ടങ്ങളുള്ളത്. അപ്പോൾ എത്ര പേരാണോ ഉള്ളത് അതിന് ടിക്കറ്റ് എന്തോ ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് എഴുതി ക്യാഷ് എന്തോ കൊടുത്താൽ മാത്രം മതി. ഒരു വീടാണ് കേട്ടോ ഇത്. അവിടെ ഒരു ചേച്ചി ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരുപാട് പഴുത്ത് വീഴുന്ന പാഷൻ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അത് ആ മരത്തിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ചേച്ചിയാണ്, കുറച്ച് ഏജ് ആയിട്ടുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിയാണ് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന ഒരു ഗൈഡായിട്ട് തന്നെ നമ്മളെ കൂടെ വന്നിട്ട് ഓരോ ട്രീയും പ്ലാന്റ്സും ഒക്കെ ഓരോ പേരുകൾ പറഞ്ഞ് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊന്നും പറിക്കാനായിട്ട് പറ്റില്ല കേട്ടോ, പിച്ചാൻ പറ്റില്ല. അതവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കത് പ്രശ്നമാവും. അവിടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നൊക്കെയാണ് കേട്ടോ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് നമുക്ക് ഒന്നും ഇങ്ങനെ പറിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. പൂവാണെങ്കിലും ഈ ഫ്രൂട്ട്സൊക്കെ തന്നെ നമ്മൾ പോകുന്ന അരികിൽ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കതൊന്നും തൊടാനോ പിച്ചാനോ ഒന്നും ചേച്ചി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊരു മൊസംബിയുടെ ട്രീ ആണ് കേട്ടോ. അപ്പം നമ്മൾ വന്ന ടൈമിന് ഒരുപാട് ഫ്രൂട്ട്സൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, എന്നാൽ അത്യാവശ്യം ഇട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓറഞ്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ആ ചേച്ചി പറയുന്നത് ഇത് ദേവദാരുവാണ് കേട്ടോ. ഇത് 100 വർഷത്തിലാണ് ഇത് പൂക്കുന്നതെന്ന് പറയുന്നത്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ ദേവദാരു. അതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോഴാണ് കൂടുതലും ഉള്ളത്. ഇതിപ്പോൾ ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മൾ നടന്നപ്പോൾ അവിടെ പ്ലം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പ്ലം പറിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ ജസ്റ്റ് ആദ്യം നമ്മൾ ഇറങ്ങി വരുന്നൊരു ടൈമിന് ഇതൊന്നും പിച്ചരുത് എന്ന് വാണിങ്ങി തന്നിട്ടുണ്ടെങ്കിലും വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്ലം പിച്ചി കേട്ടോ. ഇതായിരുന്നു കേട്ടോ പ്ലം. അപ്പോൾ ചേച്ചി വഴക്ക് പറഞ്ഞ്. അപ്പോൾ ചേച്ചി ദേഷിക്കുകയാണ് കേട്ടോ. ആൾ പാവമാണ്, കാരണം ചേച്ചിയുടെ സാലറി കട്ട് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുത്തടുത്ത് പറഞ്ഞോളാം, അവിടെ നിന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പിന്നെ ഹാപ്പി ആക്കി. അതിനുശേഷം നമ്മൾ പിന്നെ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ ഒരു ഏരിയ ഫുള്ള് ബെറീസാണ് കേട്ടോ. അപ്പോൾ പല തരത്തിലുള്ള ബെറീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഒരുപാടൊന്നും തന്നെ പഴുത്തതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓറഞ്ച് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് സൂം ചെയ്തെടുത്താണ് കേട്ടോ. അവിടെ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ഒരു ബെറിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് പറിക്കാനോ ഒന്നും ഈ ചേച്ചി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാൾ പതുക്കെ അതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും അത് ഷെയർ ചെയ്തിട്ട് പിന്നെ ചേച്ചിയോട് കാര്യം പറഞ്ഞു. എന്നിട്ട് നമ്മളത് ക്യാഷ് കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് പോവാണ് കേട്ടോ. ഇതിങ്ങനെ മേളിലാണ് വീട്, ഇതൊരു മലയാണ് കേട്ടോ. അപ്പോൾ ഈ മലയുടെ മേളിലാണ് ചേച്ചിയുടെ വീട്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വേണം നമുക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സൈഡ് ഫുള്ള് ബെറീസാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ആ സൈഡിലൊക്കെ തന്നെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചേച്ചിക്കൊരു ഇഷ്യൂ ആവണ്ട എന്ന് കരുതിയിട്ട് പിന്നെ നമ്മളത് പറിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല.
ഇപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ചെന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് ഓറഞ്ചും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടും പിന്നെ ഉണ്ടായിരുന്ന ഈ ബെറിയുമാണ് കേട്ടോ. അല്ലാതെ വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മിക്കതിനകത്ത് കായ്ച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ ആപ്പിൾ ആണെങ്കിലും ഈ മൊസമ്പി ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രേപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അത്യാവശ്യം അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഒരുപാട് തന്നെ നമുക്കിപ്പം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊന്നുമില്ല. നമ്മളത് സൂം ചെയ്ത് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒന്നും തന്നെ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രോബെറിയും അതുപോലെ തന്നെ ഉണ്ടായിരുന്നത് വേറൊരു സൈഡിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നതെല്ലാം ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് ട്രീ ആണ് കേട്ടോ കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ നിറച്ച് ഓറഞ്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ കളറിൽ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവിടെ തന്നെ ഈ സൈഡിൽ തന്നെ മറ്റേ മുള്ളാത്തയും അതുപോലെ തന്നെ കിവി അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഈ സൈഡിലെ വ്യൂ ആണ് കേട്ടോ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും അവിടെ തന്നെ സ്റ്റോപ്പായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ നിൽക്കുന്ന സൈഡിന് അവിടെ ചെന്നിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ ഫ്ലവേഴ്സാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പേരോ കാര്യങ്ങളോ തന്നെ മിക്കതിൻ്റെ അറിയത്തില്ല. എനിക്ക് ഏകദേശം ഒരു കുറച്ച് ഫ്ലവറിൻ്റെ പേരുകളൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതും എനിക്ക് ഇതിൻ്റെ പേര് തന്നെ അറിയത്തില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടാകും, എനിക്കറിയത്തില്ല ഏതൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഇത് എൻ്റെ ഉമ്മയാണ് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ ഫ്ലവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൾക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളോട്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കളറായിട്ടുള്ള പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല കളറായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇതിനടുത്ത് വേറെയും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം എടുക്കാനായിട്ട് നിന്നില്ല. എനിക്കിത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെയാണ് കേട്ടോ ഞാനിതൊന്ന് സൂം ചെയ്തെടുത്തത്. പിന്നെ ഇതുപോലെ അവിടെ ഇങ്ങനെ കയറി മുകളിൽ പോയി നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ നടന്ന് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നൊരു സ്കൂളിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ. അതിന് മുകളിലൊരു ചെറിയൊരു സ്കൂളുണ്ട്. അതിലേക്കൂടെയാണ് കേട്ടോ കുട്ടികളൊക്കെ പോണത്. പിന്നെ നമ്മൾ നേരെ വന്നത് ഇതുപോലെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ തന്നെ ഇങ്ങനെ ചെറിയൊരു വെള്ളം പോകുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരെ ശർക്കര എങ്ങനെയാണെന്നുള്ള ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറുകയാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരിതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ വന്നിട്ടില്ല. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ മെയിനായിട്ട് ശർക്കര മേടിക്കണമെന്നുള്ള പ്ലാനോടുകൂടി തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് കയറി. ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അവിടെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, കുറേ ചേച്ചിമാരാണ് കേട്ടോ ഇത് കൂടുതലും ചെയ്യുന്നത്. ഇത് ആ കരിമ്പിൻ്റെ ആ ഷുഗർ എടുത്തതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് അവരിത് കത്തിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു സംഭവമാണ് കേട്ടോ. അതിൽ നിന്ന് ഇതിനകത്തേക്ക് ഇതാക്കിയിട്ട് ഈ നിൽക്കുന്ന ചേച്ചി ആ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് താക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് മണ്ണ് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ അതിനകത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു സംഭവം. അതുപോലെ തന്നെ ഒരുപാട് ശർക്കരകൾ പല ഫ്ലേവേഴ്സിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ ശർക്കരയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റ് ക്വാളിറ്റി ആയിരുന്നു. അപ്പം ഈ സെക്കൻഡ് ക്വാളിറ്റി എന്തോ
എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് റേറ്റും താരതമ്യേന കുറവായിരുന്നു. അതിന് അടുത്ത് തന്നെ ഇതുപോലെ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ, കരിമ്പിൻ ജ്യൂസ്. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ, പുൽത്തൈലം, വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് പറിച്ച്, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമ്മളിവിടെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു റിവറാണെന്നാണ് കേട്ടോ ആ ബോർഡിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ റിവറിൽ വേണ്ടിയിട്ടുള്ള അത്ര വെള്ളം തന്നെയൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഒരാൾക്ക് ചെറിയൊരു സ്റ്റമക്ക് ഏക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇഞ്ചക്ഷൻ എന്തെങ്കിലും കൊടുക്കാതെ ആൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അത്രത്തോളം അത് പെയിൻ സഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ചന്ദനമരമാണ് കേട്ടോ, ചന്ദനക്കാടാണ്. നമ്മൾ അതുവഴിയാണ് കേട്ടോ പാസ് ചെയ്ത് മൂന്നാറിലേക്ക് പോണത്. അപ്പോൾ ഇതൊക്കെ തന്നെ കാണാനായിട്ട് അടിപൊളി ഭംഗിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് മറയൂരിൻ്റെ ആ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.